നമുക്കറിയാവുന്ന പോലെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഭയങ്കരമായ മത്സരം ഉണ്ടായിട്ടുള്ളത്. ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസും ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയും അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പ് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. മമതാ ബാനർജി സർവ്വ ശക്തിയെടുത്ത് ഫാസിസത്തെയും സാമ്രാജ്യത്വത്തെയും മോഡീസത്തെയും അമിത്ഷായിസത്തെയും എതിർക്കുകയും പശ്ചിമ ബംഗാളിൻ്റെ തനിമയും അതിൻ്റെ മേന്മയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പശ്ചിമ ബംഗാളിനെ ഭൂമിയിലെ വൈകുണ്ഠമാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് വൈകുണ്ഠം പോലെയായി. അത് വൈകുണ്ഠമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് തനിക്കും തൻ്റെ പാർട്ടിക്കും തൻ്റെ അനന്തരവനും പിന്നെ പുല്ലും പൂക്കളും അടയാളത്തിൽ മത്സരിക്കുന്ന മറ്റ് പുല്ലന്മാർക്കും വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥലത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായികമാരും സിനിമാ നടന്മാരും ഒക്കെ ഇവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വനിതകൾക്ക് നിരവധി സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം അവസരം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ ഇത്തവണ അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഈ മൂന്നിലൊരു ഭാഗം സംവരണം നടപ്പാകുന്നവരെ ഞങ്ങൾ സ്ത്രീകൾക്ക് അവസരം കൊടുക്കില്ല, അത് വന്നതിന് ശേഷം നോക്കാം എന്ന് പറയുന്ന മറ്റ് പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നു. പിന്നെ മമതാ ദീദിയുടെ അതിശക്തമായ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം ഉണ്ടാകും എന്നാണ് ദീദി വിചാരിക്കുന്നത്. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഒവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. പിന്നെ ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞൊരു പുള്ളി പുതിയതായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് കണ്ടമാനം പണമൊക്കെ ചിലവഴിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അവരെത്ര വോട്ട് ഭിന്നിപ്പിക്കുന്ന നമുക്കറിയില്ല. എന്നാലും ഈ മുസ്ലിം വോട്ടുകളുടെ ഗണ്യമായ ഭാഗം തൃണമൂൽ കോൺഗ്രസ്സിന് തന്നെ കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ബി ജെ പി ആണെങ്കിൽ അവരുടെ സർവ്വസന്നാഹങ്ങളും എടുത്ത് ഇത്തവണ ബംഗാൾ പിടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന രീതിയിൽ രംഗത്തിറങ്ങിയിട്ട് അമിത്ഷാ വളരെ ശക്തമായിട്ട് പ്രചരണ രംഗത്തുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിലും നഗരങ്ങളിലുമൊക്കെ ഈ റോഡ് ഷോ സംഘടിപ്പിച്ചു. അതിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഹൂഗ്ലി നദിയിൽ കൂടി ബോട്ട് യാത്ര നടത്തി. അതിൻ്റെ പടമൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് പുള്ളി അവിടെ ഒരു തരംഗം സൃഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെ കഴിഞ്ഞ അവസാനം വോട്ടെണ്ണി കഴിയുമ്പോൾ ആരും ജയിക്കും, തൃണമൂൽ കോൺഗ്രസ് ജയിക്കും, ബി ജെ പി ജയിക്കും എന്നുള്ള വിഷയം അവിടെ നിൽക്കണം. ഞാനിപ്പോൾ അതിനെക്കുറിച്ചേ അല്ല പറയാൻ പോകുന്നത്. ഇത് രണ്ടും അല്ലാത്ത രണ്ട് പ്ലെയേഴ്സും കൂടി കളത്തിലുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒന്ന് കോൺഗ്രസ്സാണ്. മാൾഡയിലും മുർഷിദാബാദിലും പാർട്ടിയുടെ ചില പഴയ ശക്തി കേന്ദ്രങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു മത്സരം ഉണ്ടാക്കി ഏതാനും സീറ്റുകൾ പിടിക്കാം എന്ന പ്രതീക്ഷയിലാണ്. ഒന്ന് നമ്മുടെ ഗനിഖാൻ ചൗധരിയുടെ ഗ്രാൻഡ് നീസ് ഉണ്ട്, അവർ മത്സരിക്കുന്നുണ്ട്. ബീഗം മൗസും നൂർ എന്ന് പറയുന്ന അവരുടെ പേര്. പിന്നെ അധീർ രഞ്ജൻ ചൗധരിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിരുന്നത്. അധീർ രഞ്ജൻ ചൗധരി ഇത്തവണ ബംഗാളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റുപോയി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ്. 5 സീറ്റെങ്കിലും കിട്ടിയ ഭാഗ്യം എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. കിട്ടുമോ എന്നുള്ള ഒരു സംശയമാണ്. കേരളത്തിൽ ബി ജെ പി എന്ന പോലെയാണ് ബംഗാളിൽ കോൺഗ്രസ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ആ പാർട്ടിയുടെ ശക്തി എത്രയാണ്, അവർക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് എത്രയാണ് എന്നുള്ളത്. രാഹുൽ ഗാന്ധി അവിടെ തെരഞ്ഞെടുപ്പിൽ ഒന്ന് വിലപിക്കുന്നത് നമ്മൾ കേട്ടു. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ അഴിമതി ഇല്ലായിരുന്നെങ്കിൽ പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്ക് ഇത്രയും ചൂട് കിട്ടുമായിരുന്നില്ല, അവരുടെ വേര് ഇത്രയും ആഴത്തിൽ ഓടുമായിരുന്നില്ല എന്ന്. ഞാൻ പറയാൻ പോകുന്നത് കോൺഗ്രസിനെ കുറിച്ചുമല്ല, നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളെക്കുറിച്ചാണ്. നമുക്കറിയാം 10-35 കൊല്ലം ബംഗാൾ അടക്കി ഭരിച്ച കൂട്ടരാണ് ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ച് സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 1977 ഉണ്ടായിരുന്നു, 82 ഉണ്ടായിരുന്നു, 87 ഉണ്ടായിരുന്നു, 92 ഉണ്ടായിരുന്നു, 91 ഉണ്ടായിരുന്നു, 96 ഉണ്ടായിരുന്നു. അങ്ങനെ 2011 വരെ ഭരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടിപ്പോയി. ആദ്യം 3-ൽ 2, പിന്നെ 4-ൽ 3, പിന്നെ 5-ൽ 4, പിന്നെ 6-ൽ 5, അങ്ങനെ 7-ൽ 6 വരെ ഭൂരിപക്ഷം പോയതാണ്. ഇപ്പോൾ പോയിട്ട് എല്ലാം പോയി, ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ജയിച്ചില്ല. കഴിഞ്ഞ തവണ പാർട്ടിയുടെ 4 സ്ഥാനാർത്ഥികൾക്കാണ് ജാമ്യസംഖ്യ തിരിച്ചു കിട്ടിയത്. അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലായിരുന്നു. അവിടെ ബി ജെ പിക്ക് തീരെ വോട്ട് കിട്ടാത്ത സ്ഥലത്ത് സി പി എം 2ാം സ്ഥാനത്തെത്തി. മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെ കാര്യം എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. വമ്പിച്ച പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ 4 സീറ്റിൽ ഈ ജാമ്യസംഖ്യ തിരിച്ചു പിടിച്ച ഇടതുപക്ഷം ഇത്തവണയും വീറോടും വാശിയോടും കൂടി മത്സരിക്കുന്നുണ്ട്. വലിയ മത്സരമാണ്. എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവർ യുവാക്കളെയും വനിതകളെയൊക്കെ ധാരാളമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. സി പി എം കേരളത്തിലെ പോലെയല്ല,
അവിടെ നിരവധി വനിതകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. മിക്കവരും തന്നെ തോറ്റുപോകും എന്ന് മാത്രമല്ല അവരുടെ ജാമ്യസംഖ്യം ഖജനാവിലേക്ക് മുതൽ കൂട്ടും. എന്നാലും വീറിനും വാശിക്കും യാതൊരു കുറവുമില്ല. എം.എ. ബേബി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ബംഗാളിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി സഖാവ് പോയില്ല, പക്ഷേ ബാക്കി സഖാക്കന്മാരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ ബംഗ്ലാ ഭാഷയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും അവർക്കറിയാവുന്ന ഭാഷകളിലൊക്കെ ഞങ്ങൾക്കൊരു അവസരം തരും, ഞങ്ങൾ 35 കൊല്ലം നിങ്ങളെ ഭരിച്ച് ഈ നാടിനെ ഏതാണ്ട് ഭൂലോക വൈകുണ്ഠമാക്കിയത്, ഞങ്ങളെ തിരിച്ചു വിളിക്കൂ, മമതാ ബാനർജിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് തള്ളൂ, ഞങ്ങൾ ഭരിച്ച് ഈ നാടിനെ വീണ്ടും പുരോഗതിയുടെ പാതയിൽ നയിക്കാം എന്ന് പറയുന്നുണ്ട്. ഫലം എന്തായിരിക്കുമെന്ന് അറിയില്ല. ഏതാണ്ട് 28 വയസ്സുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥി മുസ്ലിം മേഖലകളിലൊക്കെ എന്താണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചത് ഫേക്ക് ആയിരിക്കുന്നതാണ്, പക്ഷേ അല്ല, ശരിക്കുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വോട്ട് ചോദിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ ഈ ഇവിടുന്ന് കുറച്ച് പേരെ വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാറുണ്ട്. ജെയ്സി തോമസിനെ പോലെ, അല്ലെങ്കിൽ ഡബിൾ എ റഹീമിനെ പോലെ, അതുമല്ലെങ്കിൽ ശിവദാസനെ പോലെ, ശിവപ്രസാദിനെ പോലെ, ആർഷോയെ പോലെ കുറച്ച് ധീര വിപ്ലവകാരികളെ അയച്ചിരുന്നെങ്കിൽ ഈ മത്സരം ഒന്നുകൂടി കളറായത്. അവർ ബംഗ്ലാ ഭാഷയിലും ഇംഗ്ലീഷിലൊക്കെ പ്രസംഗിച്ച് ഈ ബംഗാളികളെ വശത്താക്കി വീണ്ടും റൈറ്റേഴ്സ് ബംഗ്ലാവിൻ്റെ മുകളിൽ ചെങ്കൊടി പാറുന്ന ഒരു സുദിനം സൃഷ്ടിക്കുകയും ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവരിൽ മിക്കവരും പോയിട്ടില്ല. ബേബി സഖാവ് പോയിട്ടുണ്ട്, വേറെ ഒന്ന് രണ്ടുപേരൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബേബി സഖാവിൻ്റെ ഒരു പ്രസ്താവന ഇടയ്ക്ക് പേപ്പറിൽ കണ്ടു, ബംഗാളിൽ പാർട്ടിക്ക് ചെറിയ ചില തെറ്റുകൾ പറ്റി, അതൊക്കെ തിരുത്തി പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയൊക്കെ ശരിയായ പാതയിൽ നയിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയിലുള്ളതെന്ന് വെച്ചാൽ ബംഗാളിൽ വീണ്ടും ഒരു ചുവന്ന പ്രഭാതം ഉണ്ടാകും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടായിസും BJPയുടെ സാമ്രാജ്യത്വവും ഫാസിസവും എല്ലാം ബംഗാൾ ഉൾക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കളയും. അങ്ങനെ വീണ്ടും ഒരു ചുവന്ന പ്രഭാതം പൊട്ടിയിരിക്കും. അതോടുകൂടി ബംഗാൾ വീണ്ടും ചുവക്കും. ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷത്തിന് അതോടെ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകും. ഇന്ന് ബംഗാൾ ചിന്തിക്കുന്ന പോലെ നാളെ ത്രിപുരയും മറ്റന്നാൾ കേരളവും ചിന്തിക്കും. അങ്ങനെ കേരളം വീണ്ടും ബംഗാളാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ.